കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും സുധീഷും തമ്മിൽ സംസാരിക്കാണ്. നിധിക്ക് ആർക്കിടെക്ട് ജോലി അറിയാമെന്നും സുഭാഷേട്ടൻ്റെ കൂടെ തനിക്കും ജോലിക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം നിധി പറയുമ്പോൾ സുധീഷ് ആകെ പെട്ടുപോവാണ്. ഇവളെങ്ങാനും സത്യാവസ്ഥ കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടതിന് സുധീഷ് പെട്ടെന്ന് തന്നെ ഒന്നും വേണ്ടാതെ അവിടെ നിന്നങ്ങ് സ്കൂട്ടാവാൻ കേട്ടോ. അതിനുശേഷം സുധീഷ് നേരെ കിടക്കാൻ പോവും. ആ സമയത്ത് അവിടെ സുഭാഷും നികേഷും ഹരീഷൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. സുധീഷ് വരുന്നത് കണ്ട് നികേഷും ചോദിച്ചു, ഏട്ടാ ഏട്ടൻ ഇന്നും ഇവിടെ വന്ന് കിടക്കാനാണോ പരിപാടി? സുധീഷ് ഒന്ന് കടുപ്പിച്ചു തന്നെ ചോദിക്കുന്നുണ്ട്. അതെന്താടാ, എനിക്കിവിടെ വന്ന് കിടന്നാൽ എന്താ കുഴപ്പം? അന്നേരം നികേഷ് പറയുന്നത്, ആ കുഴപ്പമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഒരാൾ കിടക്കേണ്ടത് ഞങ്ങളുടെ കൂടെയല്ല, മര്യാദക്ക് ഭാര്യയുടെ കൂടെ പോയി കിടക്കാൻ നോക്ക്. ഇത് കേട്ടപ്പോൾ സുധീഷ് പയ്യെ പറഞ്ഞു, എടാ നീ എന്ത് വർത്താനാണ് നികേഷ് ഈ പറയുന്നത്? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതെ എനിക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ടപ്പോൾ നികേഷിന് ഒരു പുച്ഛം. ഇതിപ്പോൾ നല്ല കഥ, അപ്പോൾ ആദ്യം കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. സുധീഷ് പയ്യെ വിശദീകരിച്ചു കൂട്ടി. എടാ സുഭാഷേട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെയാടാ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ആ മുറിയിൽ പോയി കിടക്കാൻ തോന്നുന്നത്? ഒരിക്കലുമില്ല. സുഭാഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്കും നിധിക്കും കൂടിയുള്ള ഒരു ജീവിതം. ഇത് കേട്ട് ഹരീഷ് ഒന്ന് ആക്കി ചിരിച്ചു. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? ഹരീഷ് വിട്ടില്ല. അല്ല, ഈ കോമഡിയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതിയോ? ഇതിലെന്തോ ഒരു തരികിട ഉണ്ടോ എന്നൊരു സംശയം. ഇതിലെന്തോ ഒരു തരികിട ഉണ്ടടാ നികേഷേ. നികേഷും ശരി വെച്ചു. അതെ, എന്തോ കള്ളത്തരം ഇതിലുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടന്ന ആൾ ഹണിമൂൺ ഒന്നും ആഘോഷിക്കാതെ ഇവിടെ എങ്ങനെ ഇരിക്കോ? സുഭാഷ് അപ്പോൾ തന്നെ ഇടപെട്ടു. നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? അവൻ അവിടെ പുന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക. സുധീഷ് വിട്ടില്ല. അവൻ പെട്ടെന്ന് തന്നെ വീണ്ടും തുടങ്ങി, അല്ല ചേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോൾ ദാമ്പത്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവും. അതിനുശേഷം ചേട്ടൻ കിട്ടിയ ചേട്ടൻ്റെ കുട്ടികൾ ഇളയവരാവും, എൻ്റെ കുട്ടികൾ മൂത്തവരാവില്ലേ? നാട്ടുകാരൊക്കെ ചോദിക്കില്ലേ അതെന്താ അങ്ങനെയെന്ന്? അങ്ങനെ 100 ചോദ്യങ്ങൾ അങ്ങനെ വരും. അതുകൊണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ ആഘോഷമൊക്കെ. നികേഷിന് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. സുധീഷിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുമെന്ന് അവർക്ക് വിശ്വസിക്കാനും പാടായിരുന്നു. ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി പതിവ് പോലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ അലക്കി അയലയിൽ വിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഭാസ്കരൻ്റെ പെങ്ങൾ, അതായത് സുനന്ദയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല കൊച്ചേ, നിന്റെ പേരെന്താ? നിധി പേര് പറഞ്ഞു. നിധി. ഹാ കൊള്ളാം, കാണാനും സുന്ദരിയാ, പക്ഷേ തലയിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടോ നിനക്ക്? നിധി ഒന്ന് ഞെട്ടി. അവർ തുടർന്നു, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ 3-4 ആണുങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ? നീ അവനെ സ്നേഹിച്ചിട്ടാണ് കെട്ടിയത് എന്നൊക്കെ കേട്ടു. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നീ പോയി എന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചതാ. പക്ഷേ നീ വീണ്ടും തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നില്ലേ? നിന്റെ വീട്ടുകാർ നിന്നെ ഉപേക്ഷിച്ചതാണോ കൊച്ചേ? കാശുകാരിയാണ് എന്നൊക്കെ കേട്ടല്ലോ. എന്നിട്ടും ഇങ്ങനെ ഇറങ്ങി വരാൻ നിനക്ക് എന്താടി നാണമില്ലേ? ഇതെല്ലാം തന്നെ ഭാസ്കരൻ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, എൻ്റെ മരുമോളെ ഇവിടെ നിന്നും ഓടിക്കാനാണോടി നിന്റെ പ്ലാന്? ഭാസ്കരൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു ചുടുകട്ട കിടക്കുന്നത് കണ്ടു. അതെടുത്തുകൂടെ ഒരൊറ്റ ഇറങ്ങ് വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു ഏറൊന്നും തന്നെ അവൾക്ക് നേരെ കൊണ്ടില്ല. ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാസ്കരൻ പാഞ്ഞു വന്നു. എടി, രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ഏഷണി പറയാണോ നീയ്? നിന്നെ ഇന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവർ പേടിക്കാതെ തന്നെ തിരിച്ചു പറഞ്ഞു. അതെ, എറിഞ്ഞ എന്ത് ചെയ്യും? ഭാസ്കരൻ ആക്രോശിച്ചു. കല്ലെറിയ മാത്രമല്ല, നിന്റെ കഴുത്ത് ഞാൻ അങ്ങ് ഞെരിച്ചു കൊല്ലും. അവൾ വെല്ലുവിളിച്ചു. എങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അവരെ അവിടെ നിന്നും ഓടിച്ചു. ഭാസ്കരൻ ചിരിച്ചുകൊണ്ടങ്ങനെ അകത്തേക്ക് പോയി. പക്ഷേ ആ ടെൻഷനിൽ നിധി അഴലിലൊന്ന് പിടിച്ചതും അതിൻ്റെ കയറങ്ങ് പൊട്ടി താഴേക്ക് വീണു. അയ്യോ, നിധി സങ്കടത്തോടെ നോക്കി. എല്ലാ തുണികളും മണ്ണിലായി. ഭാസ്കരൻ ഇത് കണ്ട് ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. നിധി വീണ്ടും തുണികളെല്ലാം തന്നെ ബക്കറ്റിലാക്കി അഴ കെട്ടാൻ നോക്കിയെങ്കിലും ഉയരം കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അവനൊന്നും മിണ്ടാതെ ആ കയറങ്ങ് വാങ്ങി മരത്തിലങ്ങ് കെട്ടിക്കൊടുത്തു. നിധി നന്ദി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഹരീഷ് നാണത്തോടെയും ചമ്മലോടെയും അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് സുഭാഷ് മുറ്റത്തിരുന്ന് തുണി അലക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുധീഷ് വന്നു. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല നീ ജോലിക്ക് പോകാതിരുന്നിട്ട് തോമസ് ചേട്ടൻ എന്താ പറഞ്ഞത്? സുധീഷ് സങ്കടത്തോടെ പറഞ്ഞു, അത് പിന്നെ ഏട്ടാ, ഒരു പ്രശ്നം. തോമസ് ചേട്ടൻ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് വരണ്ട എന്ന്. നിധിയുടെ അച്ഛൻ വിളിച്ച് പേടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എനിക്ക് അവിടെ ജോലി കിട്ടില്ല. സുഭാഷ് ചോദിച്ചു. അപ്പോൾ ഉള്ള ജോലിയും പോയി അല്ലേ? ഹരീഷ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് പരിഹസിച്ചു. നേരത്തെ ഈ വീട്ടിൽ പൈസയൊന്നും തരില്ലായിരുന്നു. ഇനി നിന്റെയും ഭാര്യയുടെയും ചിലവൊക്കെ സുഭാഷേട്ടൻ നോക്കണമെന്നാണോ? ഇത് സുധീഷിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അധ്വാനിക്കാനൊക്കെ അറിയാം. ഹരീഷ് വിട്ടില്ല. എന്നിട്ടാണോ നിന്റെ റിസപ്ഷന് ഞങ്ങൾ പൈസയൊക്കെ ഉണ്ടാക്കിയത്? രണ്ടുപേരും തമ്മിൽ അങ്ങനെ വഴക്കായി. ഹരീഷിന് ദേഷ്യം വന്ന് ഭിത്തിയിൽ ഒരൊറ്റ ഇടിയങ്ങ് ഇടിച്ചു. ഭിത്തിയുടെ ഒരു ഭാഗം അങ്ങ് അടർന്നു വീണു. നിധി ഇത് കണ്ട് ഞെട്ടിപ്പോയി. സുഭാഷ് നിധിയെ സമാധാനിപ്പിച്ചു. ഇതൊക്കെ ചേട്ടനന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതൊന്നും സാരമാക്കേണ്ട. സുധീഷ് ചമ്മിപ്പോയെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് തന്നെ നിധി കാണാതെ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് നിധി നികേഷിനെയും കൂട്ടിയിട്ട് കടയിലേക്ക് പോയി. പഴയ സിമ്മ് കളഞ്ഞതുകൊണ്ട് പുതിയ സിം എടുക്കാനായിരുന്നു യാത്ര.
പോകുന്ന വഴിക്ക് ആളുകൾ നിധിയെ ഒരു പ്രത്യേക രീതിയിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നിധി ചോദിച്ചു, എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? നികേഷ് പറഞ്ഞു, അതൊക്കെ അങ്ങനെയാ ചേച്ചി, നമ്മുടെ വീട്ടിൽ പെണ്ണ് വാഴില്ല, അത് ശപിക്കപ്പെട്ട വീടാണെന്നൊക്കെയാ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ അത്ഭുതമാണ് അവർക്ക്. നിധി സുധീഷിനെയും ഹരീഷിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ നികേഷ് പറഞ്ഞു, അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റവനങ്ങ് ചാടി വീഴും. ചേച്ചിയുടെ കല്യാണം തടയാൻ പോയതും ഹരീഷേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. കടയിൽ എത്തിയപ്പോൾ ആധാർ കാർഡ് ചോദിച്ചു. നിധിയുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നികേഷ് തൻ്റെ ആധാർ കാർഡ് നൽകി സിം എടുത്തു കൊടുത്തു. നികേഷ് അവിടെ ഓരോ പോസൊക്കെ കാണിച്ച് ഫോട്ടോ എടുത്തത് കണ്ടിട്ട് നിധിക്ക് നല്ലോണം ചിരി വന്നു. സിം ആക്റ്റീവ് ആവാൻ സമയമെടുക്കുമെന്ന് കടക്കാരൻ പറഞ്ഞു. നികേഷ് തന്നെയാണ് അതിൻ്റെ പൈസ കൊടുത്തത്. തിരികെ വരുമ്പോൾ അവർ ചോക്ലേറ്റ് വാങ്ങി സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ടാണ് വീട്ടിലേക്ക് നടന്നു വന്നത്. ഇതേ സമയം പണിസ്ഥലത്ത് സുഭാഷ് നല്ല ജോലി ചെയ്യുകയായിരുന്നു. സുധീഷ് അങ്ങോട്ടേക്ക് ചെന്ന് സിമെൻറ്റ് കുഴക്കാൻ സഹായിക്കാൻ നോക്കിയെങ്കിലും സുഭാഷ് അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും മാറ്റി നിർത്തി. നീ എന്താടാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? സുധീഷ് വിക്കി വിക്കി പറഞ്ഞു. ഏട്ടാ, എനിക്കൊരു സഹായം വേണം. നിധിയോട് ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്നോടൊപ്പം നിൽക്കണം. സുഭാഷ് ദേഷ്യത്തോട് ചോദിച്ചു. ഇനിയും എന്ത് കള്ളമാടാ നീ ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്? സുധീഷ് പതുക്കെ പറഞ്ഞു. സുഭാഷ് ഏട്ടൻ വലിയൊരു ആർക്കിടെക്റ്റ് ആണെന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതോട് കൂടി സുഭാഷിന് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. എടാ, നീ എന്തൊക്കെയാടാ ഈ വിളിച്ച് പറയുന്നത്? അങ്ങനെ വലിയൊരു കള്ളത്തരത്തിൻ്റെ എന്തിനാടാ നീ എപ്പോഴും ആ കൊച്ചിനോട് ഇങ്ങനെ കള്ളം പറയുന്നത് ഒക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുഭാഷ് സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. സുധീഷിൻ്റെ വാക്ക് കേട്ടുകൊണ്ടതിന് സുഭാഷ് കയ്യിലിരുന്ന കുത്തുവാങ്ങ് താഴേക്കിട്ടു. എടാ, നീ എന്തിനാടാ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ആർക്കിടെക്റ്റും പണിക്കാരനും തമ്മിലുള്ള വ്യത്യാസമൊന്നും നിനക്കറിയില്ലേ? സുഭാഷ് ദേഷ്യത്തോട് ചോദിച്ചു. സുധീഷ് ഒന്ന് പതറിയെങ്കിലും വിട്ടില്ല. ഏട്ടാ, അവൾ വലിയ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. നമ്മൾ വെറും പണിക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് വിഷമമായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ നുണ പറഞ്ഞത്. ഏട്ടൻ കുറച്ച് ദിവസം ഓഫീസിൽ പോകുന്നത് പോലെയൊന്ന് അഭിനയിച്ചാൽ മതി. സുഭാഷ് തലയിൽ കൈവച്ചു പോയി. ആ പാവം പെണ്ണിനോട് ഇത്രയും അധികം കള്ളം പറഞ്ഞ സുധീഷിനെ എങ്ങനെ തിരുത്തണമെന്നറിയാതെ സുഭാഷ് ആകെ കുഴങ്ങി. അന്ന് വൈകുന്നേരം നിധി വീട്ടിൽ പുതിയ സിം കാർഡ് ഫോണിലിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ നോക്കി. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഓർമ്മ വന്നപ്പോൾ അവളുടെ കൈ വിറച്ചു. ഫോണ് മാറ്റിവെച്ച് അവൾ ഉമ്മറത്തേക്ക് വന്നിരുന്നു. അവിടെ സുഭാഷ് ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടു. നിധി മെല്ലെ അങ്ങോട്ടേക്ക് ചെന്നു. ഏട്ടാ, സുധീഷ് ഏട്ടൻ പറഞ്ഞു ഏട്ടൻ വലിയ വലിയ വീടുകളുടെ പ്ലാനൊക്കെ വരക്കുന്ന ആളാണ് എന്ന്. എന്നെങ്കിലും എനിക്ക് ഏട്ടൻ്റെ ഓഫീസ് ഒന്ന് കാണിച്ചു തരാമോ? നിധിയുടെ ആ ഒരു നിഷ്കളങ്കമായ ചോദ്യം കേട്ട് സുഭാഷിൻ്റെ ചങ്ക് തകർന്നു. അവൻ സുധീഷിനെ ഒന്ന് രൂക്ഷമായി നോക്കി. സുധീഷ് അപ്പോൾ അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സുഭാഷ് എങ്ങനെയൊക്കെയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തിനാ മോളെ, സമയം കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാലോ. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ ഹരീഷും നികേഷും സുധീഷിനെ വളഞ്ഞു. എടാ, നീ ഇത്ര വലിയ തള്ളലാണോ തള്ളിയത്? ആ കൊച്ചെങ്ങാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്ന് ഈ വീട്ടിൽ നിന്നും ഓടും. ഹരീഷ് പരിഹസിച്ചു. പക്ഷേ സുധീഷ് തൻ്റെ സ്വഭാവമൊന്നും മാറ്റിയില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പോൾ ഈ പെണ്ണ് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ. എന്നാൽ കഥ മാറുന്നത് പിറ്റേ ദിവസമായിരിക്കും. സുനന്ദയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ നിധിയുടെ മനസ്സിൽ ഒരു കല്ല് പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ രഹസ്യമായി തന്നെ സുഭാഷിനെ പിന്തുടരാൻ തീരുമാനിച്ചു. സുഭാഷ് രാവിലെ പണിക്ക് പോകുന്നത് കണ്ട് അവൾ ദൂരെ മാറി നോക്കി നിന്നു. ഒരു വലിയ സൈറ്റിൽ സിമന്റ് കൊട്ടയുമായി നിൽക്കുന്ന സുഭാഷിനെ കണ്ടപ്പോൾ നിധി ആകെ തകർന്നുപോയി. അവൾ കരച്ചിലിൻ്റെ വക്കിലായിരുന്നു. സുധീഷ് തന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. നിധി തിരികെ വീട്ടിലേക്കെത്തി. സുധീഷ് വൈകുന്നേരം വന്നപ്പോൾ അവളൊന്നും തന്നെ മിണ്ടിയില്ല. എന്താ നിധി എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കെന്താ ഒരു സുഖമില്ലാത്തതുപോലെ? സുധീഷ് ചോദിച്ചു. നിധി പെട്ടെന്ന് തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് ആർക്കിടെക്റ്റിനെയല്ല, സ്വന്തം വിയർപ്പൊഴുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെയായിരുന്നു ആവശ്യം. എന്തിനാ ഏട്ടാ എന്നോട് ഈ കള്ളം പറഞ്ഞത്? നിധിയുടെ വാക്ക് കേട്ട് സുധീഷ് ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ ശപിക്കപ്പെട്ട വീട് എന്ന് നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. കള്ളങ്ങളും തെറ്റിദ്ധാരണകളും ആ വീടിനെ മൂടിയിരിക്കുകയാണ്. സുഭാഷ് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് കരയുന്ന നിധിയെയും തല താഴ്ത്തി നിൽക്കുന്ന സുധീഷിനെയുമാണ്. സുഭാഷ് സുധീഷിൻ്റെ കർണത്തൊരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ കള്ളം പറഞ്ഞ അതൊക്കെ പൊളിയുമെന്ന്. പക്ഷേ നിധി സുഭാഷിനെ തടഞ്ഞു. സാരമില്ലേട്ടാ, സത്യം പറഞ്ഞത് നന്നായി. ഇനി ഈ വീട്ടിലൊരിക്കലും ഇതുപോലുള്ള കള്ളങ്ങൾ ഉണ്ടാവരുത്. നിധിയുടെ ആ ഒരു പക്വത കണ്ടപ്പോൾ ഹരീഷിനും നികേഷിനും അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി. ആ വീട്ടിൽ ആദ്യമായി ഒരു പെണ്ണ് എല്ലാവരെയും നിയന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു. നിധിയുടെ വരവോടുകൂടെ തന്നെ സുധീഷിൻ്റെ വീട്ടിൽ വല്ലാത്തൊരു മാറ്റങ്ങളാണ് ഉണ്ടായത്. എന്നാൽ നിധിയുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് തന്നെ നിധിയുടെ വീട്ടുകാരും അമ്മയും എല്ലാവരും ആകെ തകർന്നു പോയിരുന്നു. നിധിയുടെ അച്ഛൻ അവളെ അന്വേഷിച്ച് ഉടനെ തന്നെ ആ വീട്ടിലേക്ക് എത്തുമെന്ന സൂചനയോടുകൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ്. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.